ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഞാനിവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആണ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, എനിക്ക് അധികം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടില്ല. സോ നമുക്ക് നോക്കാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇഫ് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 hour തീർന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു സെഷനും കൂടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അത് നോക്കാം, ബട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡൗട്ട് ചോദിച്ചത്. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇഫ് A be any matrix, then matrix B if it exists such that AB equal to BA equal to I. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇൻവേഴ്സ് ആണ് ഇതിന്റെ ആൻസർ. കാരണം നമുക്കറിയാം ഇൻവേഴ്സിന്റെ ഡെഫിനിഷനിൽ പറയുന്നതാണ്, നമ്മൾ AB equal to BA equal to an identity matrix എന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്റെ ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ. എ ഇൻവേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഡൗട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോഗണൽ മെട്രിക്സ് വരുമ്പോൾ ഈ കേസ് വരില്ല. ബിക്കോസ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് വരുമ്പോൾ നമുക്കറിയാം എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും സെയിം ആണ് അല്ലെ. അപ്പോ നമുക്ക് ഈ പറഞ്ഞ എ ഇൻവേഴ്സിന്റെ സ്ഥാനത്ത് എ ട്രാൻസ്പോസ് കൊടുക്കാൻ പറ്റും, ഇറ്റ് ഈസ് ഫൈൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ലൈഡ് കാണുന്നില്ലയോ? ആരെങ്കിലും റെസ്പോണ്ട് ആയോ? കാണുന്നില്ല? കാണുന്നുണ്ടല്ലോ മാം. ഓക്കെ ഓക്കെ. അല്ല ആരോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, റീജോയിൻ ചെയ്തു നോക്കാം കേട്ടോ, നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എ ബി എനി മെട്രിക്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് എ എന്ന് പറയുന്ന ഏതൊരു മെട്രിക്സ് എടുത്താലും അങ്ങനെ വരണം. പക്ഷെ ഇവിടെ ഇപ്പം സ്പെസിഫിക് കീസ് ആയിട്ട് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ട്രാൻസ്പോസും കൂടെ കൺസിഡർ ചെയ്യാം. പക്ഷെ എല്ലാ മെട്രിക്സസും ഓർത്തോഗണൽ മെട്രിക്സസ് ആണോ? അല്ല. ഈ എല്ലാം എ ട്രാൻസ്പോസ് എ ഇൻവേഴ്സും ഈക്വൽ ആവുന്ന മെട്രിക്സസ് ആണോന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രാൻസ്പോസ് കറക്റ്റ് അല്ലായിരുന്നത്. കാരണം നമുക്ക് ഏത് മെട്രിക്സ് വേണോ പക്ഷെ എല്ലാ മെട്രിക്സസും എന്തല്ല, ഓർത്തോഗണൽ മെട്രിക്സ് അല്ല. പക്ഷെ ഇൻവേഴ്സ് വരുമ്പോൾ ഏതൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആവും. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ഇൻവേഴ്സ് ഓഫ് എ ആയിട്ട് വന്നത് ആൻഡ് നോട്ട് ട്രാൻസ്പോസ് ഓഫ് എ. ഓക്കെ, ആരാ ചോദിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഇതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാനേ ഉള്ളൂ, ബട്ട് ഐ ജസ്റ്റ് റീഡ് ത്രൂ ഇറ്റ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ എ ഇൻവേഴ്സ് എ അല്ലെ, എയും അതിന്റെ ഇൻവേഴ്സിന്റെ പ്രോഡക്റ്റും പിന്നെ തിരിച്ചു നമ്മൾ എഴുതിയാൽ എ ഇൻവേഴ്സും എയും തമ്മിലുള്ള പ്രോഡക്റ്റും ചെയ്താൽ വി ഗെറ്റ് എൻ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് വരുന്നത്. ഈ നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടും ഉള്ളത്. പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ്, രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു ബിന്റെ ഇൻവേഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റും, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അല്ലാതെ ഒരിക്കലും നമ്മൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് എഴുതില്ല. യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. അതിപ്പോ ട്രാൻസ്പോസിന്റെ കേസിലായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ എ ബി സി ഇൻവേഴ്സ് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? പി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ, നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ
നമ്മൾ ട്രാൻസ്പോസ് എടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുന്നതും ഇൻവേഴ്സ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നത് സെയിം ആയിരിക്കും. നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഇതുപോലെ തന്നെ ഇൻവേഴ്സ് എടുത്തിട്ട് കോൺജുഗേറ്റ് ട്രാൻസ്പോസ്, അതാണ് തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇമാജിനറി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോ എ ഇൻവേഴ്സ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുന്നതും എ തീറ്റ, അതായത് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുന്നത് സെയിം ആണ്. അവിടെ ഈ ഒരു ക്രൈറ്റീരിയന്റെ നോൺ സിംഗുലർ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ, ഒരു 2x2 മെട്രിക്സ് കിട്ടിയാൽ എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സിൽ വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും ഐഗൻ വാല്യൂ ഐഗൻ വെക്ടേഴ്സ് ആണ്. അപ്പൊ അതില് നമ്മുടെ AD എക്സാമിന് ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈസി ടു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ബേസിക്സ്, നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ തിയറി മാത്സിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് പോലെ വരുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടി സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഈസി ആയിരിക്കും. ഈ എക്സ്പ്ലനേഷൻ പോലെ തരുമ്പോൾ അത് വായിച്ച് ചിലപ്പോൾ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൊക്കെ തെറ്റുകൾ വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. സോ നിങ്ങളെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകണം. പിന്നെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി പോകണം, ഓരോ ടോപ്പിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദ കണ്ടീഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. അപ്പൊ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്, ഹോമോജീനസും നോൺ ഹോമോജീനസും ഉണ്ട്. ഇവിടെ പറയുന്നത് ഹോമോജീനസ് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചാണ്. സോ ഹോമോജീനസ് ലീനിയർ ഇക്വേഷൻസിൽ n വേരിയബിൾസ്, അതിൽ എത്ര അൺനോൺസ് ഉണ്ട്? n അൺനോൺസ് ഉണ്ട്. അതില് ആ ഒരു സിസ്റ്റത്തിൽ ഇപ്പൊ n അൺനോൺസ് ഉള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണ ഈ n എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 3 അൺനോൺസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഓക്കെ, അതിന് n-r ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എത്രയാണ്? n-r. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസ്, r എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് അല്ലെ? n-r ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ്. ലീനിയർ ഇൻഡിപെൻഡൻസ് ഒക്കെ നമ്മുടെ റെക്കോർഡ് സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ നമുക്ക് സൊല്യൂഷൻസ്, മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാവും. ചില സൊല്യൂഷൻസിന് നമുക്ക് വേറെ സൊല്യൂഷന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. അതിനാണ് നമ്മൾ ലീനിയർലി ഡിപെൻഡന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല, അത് വളരെ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് നിൽക്കുന്ന സൊല്യൂഷൻസിനാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ എത്ര സൊല്യൂഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഹോമോജിനസ് സിസ്റ്റത്തിൽ എന്നുള്ളത് നമ്മൾ n-r വെച്ചാൽ കണ്ടിരുന്നു. ഈ ഒരു n-r വെച്ചിട്ടുള്ള ഒരു നള്ളിറ്റി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഒരു സാമ്പിൾ കേസ് നമ്മുടെ ആ ഒരു റെക്കോർഡ് സെഷൻ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ലൈക്ക് അങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് ചോദിക്കാൻ ചാൻസസ് കുറവാണ്. ബട്ട് ആ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. n വേരിയബിൾസ് ഉണ്ട്, അതിന് n-r ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ വേണം. ലൈക്ക് ഈ ഒരു സിസ്റ്റത്തിന് n-r ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് വരണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്? റാങ്ക് എത്ര വരണം? n വരുമോ? അതോ റാങ്ക് n-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കുമോ? അതോ റാങ്ക് ലെസ് ദാൻ n ആയിരിക്കുമോ? അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാവ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഒന്നുമേ ഉണ്ടാകില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹോമോജീനസ് സിസ്റ്റം എടുക്കാം. ഹോമോജീനസ് സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലെ? ഒന്ന് ട്രിവിയൽ സൊല്യൂഷനും ഒന്ന് നോൺ ട്രിവിയൽ സൊല്യൂഷനും അല്ലെ? നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഈ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സും വൈയും വെച്ചിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ എക്സിനും 0 വരും, വൈക്കും 0 വരും. അത് സീറോ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? സീറോ സൊല്യൂഷൻ. അപ്പൊ സീറോ സൊല്യൂഷൻ ആണ് ട്രിവിയൽ സൊല്യൂഷൻ. നമ്മൾ സാധാരണ ഈ സീറോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു സീറോ വെക്ടറിനെ ആണല്ലോ കാണിക്കുന്നത്
സീറോ വെക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. കാരണം എന്താ, നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് 0 0 എന്നാണ് XY വാല്യൂസ് വന്നത്. ഇപ്പൊ ഏത് നമ്പറിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതാൻ നോക്കിയാൽ നമുക്ക് 0 0 തന്നെ വരും അല്ലെ. ഇപ്പൊ ഞാനിപ്പോ ഒരു *2 ചെയ്തു എന്ന് വെച്ചോ, എന്നാലും 0 തന്നെ വരും. എല്ലാത്തിനും നമുക്ക് ഇതിന് എത്ര ഇതിന് ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കേസ് നമുക്ക് ഡിപ്പെൻഡൻസി പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് വെക്ടർ ആണ് സീറോ വെക്ടർ. അപ്പൊ നമ്മൾ ഇതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ അതിന് പറയാറില്ല. അപ്പൊ സീറോ സൊല്യൂഷൻ ഇവിടെ ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ട്രിവിയൽ സൊല്യൂഷന്റെ ഈ ഒരു കേസ് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് എന്താണ്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെ. നോൺ ട്രിവിയൽ സൊല്യൂഷനിൽ ആക്ച്വലി എന്താ വരുന്നത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഐ തിങ്ക് ഞാനൊരു ട്രീ ചാർട്ട് പോലെ വെച്ചിട്ടുണ്ട്. അതില് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് നമുക്ക് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു N- ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസിന്റെ കേസ് പറയുമ്പോൾ ഈ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടല്ലോ, സീറോ വരാത്ത കുറെ സൊല്യൂഷൻസ്, ഇപ്പൊ X = 1, Y = -2, അല്ലെങ്കിൽ X = 3, Y = 4, ഇങ്ങനെയൊക്കെ പല സൊല്യൂഷൻസ് വരില്ലേ സീറോ അല്ലാത്ത. അങ്ങനത്തെ നോൺ ട്രിവിയൽ സൊല്യൂഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു വെക്ടർ സ്പേസ്, ഇതിന്റെ ഫോം ചെയ്യുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ടല്ലോ, ഇതെല്ലാം വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. 2 ഡയമെൻഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഡയമെൻഷൻസിനെ നമ്മൾ വെക്ടർ സ്പേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഈ വെക്ടർ സ്പേസിൽ നമ്മൾ നൾ സ്പേസ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ജനറലി ഈ നൾ സ്പേസും കോളം സ്പേസ് ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒരു സ്ലൈഡിൽ ഐ തിങ്ക് കൊടുത്തിട്ടുണ്ട് നോട്ട്സ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ട്രിവിയൽ സൊല്യൂഷന്റെ കേസ്, അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, ഇവിടെയാണ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ അതിൽ സീറോ സൊല്യൂഷനും വരാം, നോൺ സീറോ സൊല്യൂഷനും വരാം അല്ലെ. നമുക്ക് കുറെ സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ അതിൽ ചിലത് സീറോ ആകും, ചിലത് നോൺ സീറോ. അപ്പൊ ഈ സീറോ എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഫിനൈറ്റ് വരുന്ന നോൺ സീറോ ആയിട്ടുള്ള സൊല്യൂഷൻസിന് എടുക്കും അല്ലെ. അപ്പൊ ഈ നോൺ സീറോ സൊല്യൂഷൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടുന്ന കണ്ടീഷൻ എന്താ, R ഷുഡ് ബി ലെസ് ദാൻ N അല്ലേ. ഐ തിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ഹോമോജീനിയസിന്റെ കേസിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, R ലെസ് ദാൻ N. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, N-R ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ. N-R ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് വരണമെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആണ്, സീറോ സൊല്യൂഷന്റെ ഇല്ല. അതായത് ഈ കേസ് വരത്തില്ല, ഈ ഒരു കേസ് പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെ, ഇൻഫിനിറ്റ് സൊല്യൂഷൻസിന്റെ കേസുകൾ. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, റാങ്ക് ഷുഡ് ബി ലെസ് ദാൻ N എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് R ലെസ് ദാൻ N എന്നുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി, R ലെസ് ദാൻ N. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു ട്രീ ചാർട്ടിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾ ഇവിടെ അറിയണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ എന്നുള്ളത് ആ ഒരു മീനിങ്ങും കൂടെ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് ചിലപ്പോ ഇത് കൺസിസ്റ്റന്റ് ആണോ കൺസിസ്റ്റന്റ് അല്ലയോ, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരാം, യൂണീക് സൊല്യൂഷൻ ആണോ അതോ ട്രിവിയൽ സൊല്യൂഷൻ ആണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അങ്ങനെ നമുക്ക് AD എക്സാമിന് ചോദിച്ചിട്ടില്ല, ബട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ, സോ ഈ ഒരു ടേബിൾ നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ട്രീ ഡയഗ്രാം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പൊ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് ചോദിക്കും. കാരണം അവിടെ നമുക്ക് 2 കേസ് ഉണ്ട്, ഈ യുണീക് സൊല്യൂഷനും വരുന്നുണ്ട്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസും ഉണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആ ഒരു രീതിക്ക് പുതിയ രീതിയിൽ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇനി നോട്ട് ചെയ്യേണ്ടത്, ഈ ഹോമോജീനസ് സിസ്റ്റത്തിന്റെയും നോൺ ഹോമോജീനസ് സിസ്റ്റത്തിന്റെയും കേസ് വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കണം, ഹോമോജീനസ് സിസ്റ്റത്തിന് എപ്പോഴും സൊല്യൂഷൻ ഉണ്ട്. അതായത് ഓൾവേസ് കൺസിസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടാവും. ഒന്നിൽ സീറോ സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്. സീറോ സൊല്യൂഷൻ എപ്പോഴാകുന്നത്, റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ്
അൺനോൺസ് ആണെങ്കിലാണ്. ഇവിടെ റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ, അതിപ്പോ നിങ്ങൾ ഹോമോജീനസ് ആയിക്കോട്ടെ നോൺ ഹോമോജീനസ് ആയിക്കോട്ടെ, അവിടെ എപ്പോഴത്തെയും കണ്ടീഷൻ നിന്ന് റാങ്ക് ലെസ് ദാൻ എൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയും റാങ്ക് എന്താണ്, ലെസ് ദാൻ എൻ അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് വരുമ്പോൾ ഹോമോജീനസ് ആയിക്കോട്ടെ നോൺ ഹോമോജീനസ് ആയിക്കോട്ടെ, അവിടെ റാങ്ക് ലെസ് ദാൻ എൻ കണ്ടീഷൻ ആണ് നമുക്ക് വരുന്നത്. ഇനി നോൺ ഹോമോജീനസിന്റെ കേസ് ഉണ്ട്. ഈ നോൺ ഹോമോജീനസ് കേസ് എന്ന് പറയുമ്പോൾ AX ഈക്വൽ ടു B ഫോർമാറ്റ്, അതായത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ഹോമോജീനസ് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കും വരുന്നത്. അതിന് ഒന്നുകിൽ സൊല്യൂഷൻ ഉണ്ടാകാം, സൊല്യൂഷൻ ഉണ്ടാകാതെ ഇരിക്കുന്ന ചാൻസസ് ഉണ്ട്. അപ്പൊ ഇൻകൺസിസ്റ്റന്റും ആകാം, കൺസിസ്റ്റന്റും ആകാം. പക്ഷെ ഹോമോജീനസിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്, എപ്പോഴും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നോൺ ഹോമോജീനസിൽ സൊല്യൂഷൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ബോത്ത് കേസസ് ആർ പോസിബിൾ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇൻകൺസിസ്റ്റന്റിന്റെ കേസ് പറയുമ്പോഴത്തേക്കും നമ്മൾ അത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഇവിടെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ കാര്യം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ആ ഒരു നോട്ട്സ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓഗ്മെന്റഡ് മെട്രിക്സും നമ്മുടെ A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. അതിന്റെ രണ്ടിന്റെ റാങ്ക് ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് ഈക്വൽ ആകണം, എന്നാൽ മാത്രമേ സൊല്യൂഷൻ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ റാങ്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് കേസ് ഉണ്ട്. ഈ റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് അല്ലെങ്കിൽ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത് ഈക്വൽ ടു N ആകാം, ലെസ് ദാൻ N ആകാം. ലെസ് ദാൻ N നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, ഏതാണ്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് അല്ലെ. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ഈക്വൽ ടു N വന്നു കഴിഞ്ഞാൽ യുണീക് സൊല്യൂഷൻ ആണ്. ട്രിവിയൽ സൊല്യൂഷനിൽ യുണീക് സൊല്യൂഷൻ ആണ്. നമുക്ക് ട്രിവിയൽ വരുന്നത് ആകെ വരുന്നത് ഇവിടെയാണ്, ഹോമോജീനസിലാണ്. ഇവിടെ വരുമ്പോൾ യുണീക് സൊല്യൂഷൻ ആണ്. നോൺ ഹോമോജീനസിൽ ഏതൊരു യുണീക് സൊല്യൂഷൻ ആയിരിക്കും, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ADക്ക് ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് ഈഗൻ വാല്യൂസ് ഓഫ് ദിസ് മെട്രിക്സ് ആണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ പറയാം. ഈഗൻ വാല്യൂസിന്റെ നമുക്ക് അതെ 7 ആണ് ആൻസർ. പ്രോപ്പർട്ടീസ് നിങ്ങൾ നോക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സം ഓഫ് ഈഗൻ വാല്യൂസ്. സം ഓഫ് ഈഗൻ വാല്യൂസ്. ഒരു മെട്രിക്സിന് ട്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് പറയുന്നത് അല്ലെ. അതെന്ന് പറയുന്നത് സം ഓഫ് ഈഗൻ വാല്യൂസ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് ആണ്. അപ്പൊ ആ ഒരു മെട്രിക്സിന് എത്ര ഈഗൻ വാല്യൂസ് ഉണ്ടോ അതിന്റെ സം എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ട്രേസിന് ഈക്വൽ ആണ്. അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റിന് ഈക്വൽ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിളും വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്, ട്രേസ് ആണ് സം ഓഫ് ഈഗൻ വാല്യൂസ്. ട്രേസ് എന്ന് പറയുമ്പോൾ സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ്. നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഇത് അറിയായിരിക്കും, പക്ഷെ അറിയാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എഴുതി പോകുന്നത് കേട്ടോ. 5 + 2 + 0 = 7. നെക്സ്റ്റ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.